ഇനി നീക്കങ്ങൾ സജീവമാക്കുകയാണ് പ്രതിപക്ഷവും. തൽക്കാലം സർക്കാർ രൂപീകരിക്കാനില്ല എന്ന നിലപാടിലാണ്. എങ്കിൽ പോലും ശ്രമങ്ങൾ തുടരണമെന്ന അഭിപ്രായം ഇന്ത്യ മുന്നണിയിലെ ചില നേതാക്കൾക്കെങ്കിലും ഉണ്ട്. ER രാഗേഷ് നമ്മോടൊപ്പം ചേരും അതിൻ്റെ വിവരങ്ങൾ പങ്കുവെക്കാൻ. ഈ രാഗേഷ്, ഈ പ്രതിപക്ഷത്തിൻ്റെ ഒരു നീക്കം അത് തൽക്കാലം സർക്കാർ രൂപീകരണത്തില്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഒരു ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്തയുണ്ടോ പൂർണ്ണമായും ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക്? ആ സമയവും സന്ദർഭവും വരുമ്പോൾ അത്തരമൊരു തീരുമാനമെടുക്കാം എന്ന പ്രതികരണമാണ്, അല്ലെങ്കിൽ അത്തരമൊരു ധാരണയാണ് അന്ന് ഏതായാലും ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലുണ്ടായിട്ടുള്ളത്. നിലവിൽ ഇന്ത്യ സഖ്യത്തിന് അത്തരം നമ്പർ ഇല്ല എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് 235 പേരുടെ പിന്തുണയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് 99 കോൺഗ്രസിന്റെ അംഗബലമെങ്കിൽ അതിനുശേഷം ഇന്നലെ കോൺഗ്രസ് വിമതനായി സാംഗ്ലിയിൽ നിന്ന്, മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിൽ നിന്ന് വിജയിച്ച MP കോൺഗ്രസിൽ ചേർന്നിരുന്നു. മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള നേതാക്കളും സോണിയാഗാന്ധി അടക്കമുള്ളവരുമായും ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം കോൺഗ്രസിൽ ചേരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി കോൺഗ്രസിന്റെ ലോക്സഭയിലെ അംഗബലം 100 ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ പോലും ചെറു പാർട്ടികളുടെ പിന്തുണ ആവശ്യമാണ്. JDU TDP അടക്കമുള്ള പിന്തുണ നിലവിൽ സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിന് ആവശ്യമാണ്. പക്ഷേ അവർ NDAക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം നിലവിലെ ശക്തമായ പ്രതിപക്ഷമായി തുടരുക എന്നൊരു തീരുമാനമാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ പോലും ചില നീക്കങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നലെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി പറഞ്ഞ കാര്യം 3 BJP MPമാർ, ബംഗാളിലെ 3 BJP MPമാർ ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേരാൻ തയ്യാറാണെന്ന പ്രതികരണം, അത്തരമൊരു അവകാശവാദം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും നമ്പറുകളുടെ പ്രശ്നം നിലവിലുണ്ട്. അതായത് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ അപ്പോഴും ആവശ്യമായ അംഗബലം ഇന്ത്യ സഖ്യത്തിനില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ പ്രതിപക്ഷമായി തുടരാൻ തന്നെയാണ് തീരുമാനം. ഏതായാലും കോൺഗ്രസിനകത്ത് നിന്ന് അത്തരമൊരു ആവശ്യം കൂടി രാഹുൽ ഗാന്ധിയുടെ മേൽ ശക്തമാവുന്നുണ്ട്. അതായത് നിലവിൽ ഔദ്യോഗികമായ പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുകയാണ്. അപ്പോൾ അത് ഏറ്റെടുക്കണം എന്നൊരു ആവശ്യമാണ് രാഹുൽ ഗാന്ധിക്ക് മേൽ പാർട്ടിയിലെ നേതാക്കൾ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ചർച്ചകൾ നടന്നിട്ടില്ല. വരുന്ന പ്രവർത്തക സമിതി യോഗത്തിൽ ഇക്കാര്യത്തിൽ ചർച്ച നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാകേഷ്, ഒപ്പം തന്നെ ഈ ഡെപ്യൂട്ടി സ്പീക്കർ അതും വാങ്ങണം എന്നുള്ള നിലപാടും പ്രതിപക്ഷത്തിനുണ്ടാകുന്നു എന്നുള്ള കാര്യമൊക്കെ വരുന്നുണ്ട്, റിപ്പോർട്ടുകളാണ്. എങ്കിൽ പോലും അത്തരത്തിലുള്ള ഏതെങ്കിലും സാധ്യതകളുണ്ടോ? എൽദോ, നിലവിൽ സ്പീക്കർ സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് TDPയുമായി ചർച്ചകൾ തുടരുകയാണ്. പക്ഷേ വിട്ടുവീഴ്ചയ്ക്കില്ല. BJP എന്ത് നിലപാട് സ്വീകരിക്കുന്നുവെന്ന് കാത്തിരുന്ന് കാണാമെന്ന നിലപാടാണ് TDP സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം ഡെപ്യൂട്ടി സ്പീക്കർ, ലോക്സഭയിൽ അത്തരമൊരു ഡെപ്യൂട്ടി സ്പീക്കർ പദവികളിലേക്ക് പ്രഖ്യാപനത്തിലേക്ക് കടന്നിരുന്നില്ല. പക്ഷേ ഇത്തവണ ചില ആവശ്യങ്ങൾ ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്നുണ്ടാകാം. അതിൽ നിന്ന് എന്തായിരിക്കും BJP ഇക്കാര്യത്തിൽ സ്വീകരിക്കുക എന്നാണ് അറിയാനുള്ളത്. ഏതായാലും BJP നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ലോക്സഭാ സ്പീക്കർ സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്നൊരു പ്രതികരണം വരുന്നുണ്ട്. അപ്പോൾ BJPയുടെ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ്. മറിച്ച് മന്ത്രിസ്ഥാനം സംബന്ധിച്ചൊരു ധാരണ TDPയുമായി ഇതിനോടകം ഉണ്ടായിട്ടുണ്ട് എന്ന സൂചനയാണ് വരുന്നത്. അവർക്ക് 3ഓ 4ഓ ക്യാബിനറ്റ് പദവികൾ കിട്ടും. ഒപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനവും ലഭിക്കും. അപ്പോൾ മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. അപ്പോൾ പോലും സ്പീക്കർ സ്ഥാനത്തിൽ TDP ഇതുവരെ വിട്ടുവീഴ്ച ചെയ്യാൻ ആയിട്ടില്ല. ഏതായാലും ചർച്ചകൾ തുടരുകയാണ്. പീയൂഷ് ഗോയലിനെയാണ് ഇത്തരം ചർച്ചകൾക്കായി ഏതായാലും BJP TDPയുമായുള്ള ചർച്ചകൾക്കായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നും നാളെയും സമയമുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ധാരണയിലെത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ BJP നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ശരി. ER രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഒപ്പം തന്നെ അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധി ഇന്ന് ബംഗളൂരുവിലെ കോടതിയിൽ ഹാജരാകും. 40% കമ്മീഷൻ സർക്കാർ എന്ന് കഴിഞ്ഞ BJP സർക്കാരിനെ വിമർശിച്ചതിനാണ് രാഹുലിനെതിരെ കേസെടുത്തിട്ടുള്ളത്. രാകേഷ് അതിന്റെ വിവരങ്ങളും പങ്കുവെക്കും. രാകേഷ്, രാഹുൽ ഗാന്ധി ഇന്ന് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടോ നേരത്തെ എത്തണമെന്ന്? അയൽത്തു രാഹുൽ ഗാന്ധി ഇപ്പോൾ ഏതായാലും ഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. ഡൽഹിയിൽ വിമാനത്താവളത്തിനുള്ള ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ന് ബംഗളൂരുവിലെത്തും, കോടതിയിൽ ഹാജരാകുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ 1-ാം തീയതി ഈ കേസ് പരിഗണിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ഹാജരായിരുന്നില്ല. ഈ കേസിലെ 1 മുതൽ 4-ാം പ്രതിയാണ് രാഹുൽ ഗാന്ധി. മറ്റ് 2ഉം 3ഉം പ്രതികൾ സിദ്ധരാമയ്യയും ഒപ്പം തന്നെ DK ശിവകുമാറുമാണ്. അപ്പോൾ അവർ ജൂൺ 1-ാം തീയതി ഹാജരാവുകയും അവർക്ക് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ രാഹുൽ ഹാജരായിരുന്നില്ല. രാഹുലിനെതിരെ വാറന്റ് പുറപ്പെടുവിക്കണമെന്ന ആവശ്യമായിരുന്നു BJPക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ എന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ തുടർന്ന് കോടതി ഇന്ന് ഏതായാലും ഹാജരാകണം നിർദ്ദേശിക്കുകയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധി ഹാജരാകുന്നത്. ഏതായാലും ഈ സംഭവം
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിഞ്ഞ 2023 മെയ് മാസത്തിലാണ് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്ന് പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം, കോൺഗ്രസിന്റെ പ്രചാരണ വിഷയം അഴിമതിയായിരുന്നു. അപ്പോൾ അന്ന് കോൺഗ്രസ് ഉപയോഗിച്ച പ്രധാനപ്പെട്ട പ്രചാരണ മുദ്രാവാക്യമായിരുന്നു 40% കമ്മീഷൻ സർക്കാർ എന്ന്. അതായത് സർക്കാരിൻ്റെ ഏതെങ്കിലും ജോലികൾ ഏറ്റെടുക്കണമെങ്കിൽ, അത്തരം കൊട്ടേഷൻ ലഭിക്കണമെങ്കിൽ 40% ഇത്തരത്തിൽ കമ്മീഷൻ നൽകിയാൽ മാത്രമേ അത് ലഭിക്കൂ എന്ന പ്രചാരണം, അത്തരത്തിൽ വലിയ അഴിമതി സർക്കാരാണ് കർണാടക ഭരിക്കുന്നതെന്ന പ്രചാരണം കോൺഗ്രസ് നടത്തിയിരുന്നു. മാത്രവുമല്ല പല പ്രാദേശിക ദിനപത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട് പരസ്യം നൽകുകയും ചെയ്തു. ഇത് അപകീർത്തികരമാണ്, ഇത് വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJP കർണാടക ഘടകമാണ് ഈ പരാതി നൽകിയിരുന്നത്. ഇതാണ് കേസിന് ആധാരം. ഏതായാലും ഈ കേസിൽ മറ്റ് നേതാക്കൾക്കൊക്കെ തന്നെ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി ഹാജരാകാത്തതുകൊണ്ട് തന്നെ ഇന്ന് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. അതിനുശേഷം ഇന്ന് കോടതിയിൽ ഹാജരായ ശേഷം രാഹുൽ ഗാന്ധി നേതാക്കളുമായി കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. കർണാടകത്തിൽ കഴിഞ്ഞ തവണ 1 സീറ്റാണ് വിജയിച്ചെങ്കിൽ ഇത്തവണ 9 സീറ്റുകൾ വിജയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിജയിച്ച MP-മാരുമായും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മറ്റ് നേതാക്കളുമായൊക്കെ തന്നെ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. എൽദോ. ഓക്കെ, ER രാഗേഷാണ് 2 വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.